بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ترك سوء الظن والتحاسد والتباغض നമ്മുടെ മനസ്സിൻ്റെ 3 ദുഷിച്ച സ്വഭാവങ്ങൾ ഒഴിവാക്കാനുള്ള ഹദീത്താണ്. ഒന്ന് സൂഉദ്ദന്ന്, മറ്റുള്ളവരെ സംബന്ധിച്ച് മോശമായി വിചാരിക്കുക. വത്തഹാസുദ്, പരസ്പരം അസൂയ വെക്കുക. വത്തബാഗുലി, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുക. ഈ 3 സ്വഭാവങ്ങൾ ഒഴിവാക്കാനുള്ള ഹദീത്ത്. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إياكم والظن فإن الظن أكذب الحديث. നിങ്ങൾ ഊഹങ്ങളെ ഒഴിവാക്കുക, മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള മോശമായ ഊഹാപോഹങ്ങൾ അതൊഴിവാക്കുക. കാരണം അത് വർത്തമാനങ്ങളിൽ ഏറ്റവും കളവാണ് ഊഹങ്ങൾ. മറ്റുള്ളവരെ സംബന്ധിച്ച് മോശമായിട്ട് വിചാരിക്കുക. ഒദന്നു ബിൽ മുഅ്മിനീന ഖൈറ എന്നാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും നല്ല വിചാരം വെച്ച് പുലർത്തണം. എല്ലാവരും നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നന്നാകാനും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാവരും നല്ലത് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സ്വന്തത്തിൽ നല്ലത് ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരിലും നല്ലത് മാത്രം വിചാരിക്കുക. എന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി, ഊഹങ്ങൾ ഒഴിവാക്കി, മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. പിന്നെ വലാ തഹസ്സസു, പിന്നീടുള്ള കാര്യങ്ങൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം അവർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഐക്യത്തിലും സമാധാനത്തിലും ഒരു സമൂഹം ജീവിക്കാനും ഉതകുന്ന രീതിയിലുള്ള വാക്കുകളാണ് ശേഷമുള്ളത്. ഒന്ന്, വലാ തഹസ്സസു, നിങ്ങൾ കട്ട് കേൾക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കട്ട് കേൾക്കാൻ പാടില്ല. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണിയും ചെയ്യരുത്. മുഅ്മിനീങ്ങൾക്കിടയിൽ ചാരപ്പണി ചെയ്യും, പരസ്പരം കുടുംബങ്ങൾക്കിടയിൽ, അഞ്ചന്മാർക്കിടയിൽ, അത് നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്. വലാ തനാഫസു, നിങ്ങൾ ദുനിയാവിൻ്റെ പേരിൽ പരസ്പരം മാത്സര്യ ബുദ്ധി കാണിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളാകരുത്. മറ്റവർക്ക് കിട്ടിയ നന്മ നീങ്ങിപ്പോകാനും അതേപോലത്തെ നന്മ എനിക്ക് കിട്ടാനും, അതാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു നന്മ കിട്ടിയാൽ, ഒരു ഖൈറ് കിട്ടിയാൽ അത് നീങ്ങിപ്പോയിട്ട് അതിന് പകരം എനിക്കൊരു ഖൈറ് കിട്ടാൻ ആഗ്രഹിക്കുക. അങ്ങനെ ചെയ്യരുത്. സ്വന്തത്തിന് ഖൈർ ആഗ്രഹിക്കാം, പക്ഷെ മറ്റുള്ളവർക്കും അത് ആഗ്രഹിക്കണം. വലാ തബാഗദു, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാകാൻ പാടില്ല. മനസ്സിൽ വൈരാഗ്യം, ദേഷ്യം പരസ്പരം ഉണ്ടാകാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കുന്നവരാകാൻ പാടില്ല. പിണക്കം കൊണ്ട്, ദേഷ്യം കൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുന്നവരാകാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ റസൂൽ പറഞ്ഞു. ഇതൊക്കെ ഒരു സമൂഹത്തെ, ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന, അവരുടെ മനസ്സുകൾ പരസ്പരം അകറ്റി നിർത്തുന്ന ഒരു വലിയ രോഗങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരെ പോലെ ആവുക. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സാഹോദര്യം കാത്തു സൂക്ഷിച്ചത്, പരസ്പരം സ്നേഹവും ഐക്യവുമുള്ള ഈ പറയപ്പെട്ട മനസ്സിൻ്റെ ദുഷിച്ച സ്വഭാവങ്ങൾ ഒഴിവാക്കി നല്ല തുറന്ന ഹൃദയത്തോടുകൂടി പരസ്പരം ഇടപാടുകൾ നടത്തി ആ രീതിയിൽ സഹോദരന്മാരെ പോലെ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതോ ഹൃദയത്തിൻ്റെ കുറേ മോശമായ സ്വഭാവങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിരോധിച്ചത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.